പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഏറ്റവും പ്രധാനം, ഓരോ ദിവസവും നമുക്ക് പുതിയ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതാംബ ചിത്ര വിവാദം ഒരു വശത്ത് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ സൂംബ ഡാൻസ് ആണ് അടുത്ത വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. സൂംബ വേണോ വേണ്ടയോ, സൂംബയിലെ ഡ്രസ്സാണോ പ്രശ്നം, അതോ സൂംബ തന്നെയാണോ പ്രശ്നം, ഒന്നിച്ച് കളിക്കുന്നതാണോ പ്രശ്നം, ഇതൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും സൂംബ കുറേ പേർക്ക് വലിയ പ്രശ്നമാണ്. പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ വലിയ മാറ്റത്തിനൊന്നും നിൽക്കില്ല, തീരുമാനവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. VSന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ ഇന്നലെ അല്പം ആശ്വാസമുണ്ട് എന്നായിരുന്നു മകൻ V അരുൺകുമാറിൻ്റെ പോസ്റ്റൊക്കെ വന്നത്. അങ്ങനെ പല വാർത്തകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള പോരിൽ സർക്കാരും ഗവർണറും പിന്നോട്ടില്ല. രാജ്ഭവന് മറുപടി നൽകി മുഖ്യമന്ത്രി. വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണം തള്ളി. രാജ്ഭവന്റെ അടുത്ത നീക്കം നിർണായകം. കേരള സർവകലാശാലയിൽ ഗവർണറുടെ ചടങ്ങിനിടെയുണ്ടായ സംഘർഷത്തിൽ രജിസ്ട്രാറുടെ വിശദീകരണം തള്ളി VC. സ്കൂളുകളിലെ സൂംബ ഡാൻസ് വിവാദം അടങ്ങുന്നില്ല. സർക്കാർ തീരുമാനത്തിനെതിരെ കൂട്ടത്തോടെ മുസ്ലിം സംഘടനകൾ. സർക്കാരിനെ വിമർശിച്ചും സൂംബയെ പിന്തുണച്ചും കോൺഗ്രസും BJPയും. സ്കൂളുകളിൽ നടപ്പാക്കിയപ്പോൾ വേണ്ടത്ര ആലോചനയുണ്ടായില്ലെന്ന ആക്ഷേപം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ മുടക്കത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യ വകുപ്പ്. ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയത് പുറത്തറിഞ്ഞത് യൂറോളജി വിഭാഗം മേധാവിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിശദീകരണവും തേടും. ശസ്ത്രക്രിയ മുടങ്ങിയത് അറിയിച്ചില്ലെന്ന ന്യായീകരണവുമായി ആരോഗ്യമന്ത്രി. കോട്ടക്കലിൽ 1 വയസ്സുകാരൻ മരിച്ചത് ചികിത്സ ലഭിക്കാതെ എന്ന ആരോപണം. ആരോഗ്യ വകുപ്പും പോലീസും അന്വേഷണം തുടങ്ങി. മരിച്ചത് കോട്ടക്കൽ സ്വദേശികളായ ഹിറായുടെയും നവാസിന്റെയും മകൻ നെസൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേകൾ രാവിലെ തുറക്കും. ജലനിരപ്പ് 136.1 അടി. പെരിയാർ തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ലയായി കോട്ടയം. 2021 തുടങ്ങിയ കർമ്മ പദ്ധതിയിലൂടെ പുനരധിവസിപ്പിച്ചത് 903 കുടുംബങ്ങളെ. ഈ തലക്കെട്ടുകളിലെ വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്നലെ രാത്രി കൊച്ചിയിലുണ്ടായ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എറണാകുളത്ത് ബാറിൽ DJ പാർട്ടിക്കിടെ സംഘർഷം. മോശമായി പെരുമാറി യുവാവെന്നാരോപിച്ച് യുവതി ബിയർ കുപ്പി കൊണ്ട് യുവാവിന്റെ തലക്കടിച്ചു. കതിർക്കടവ് ഇടശ്ശേരി ബാറിലാണ് സംഘർഷമുണ്ടായത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, നേരത്തെ തന്നെ പലതവണ വാർത്തകളിൽ ഇടം പിടിച്ച സ്ഥലമാണ് ഈ ഇടശ്ശേരി ബാർ. അവിടുത്തെ ഒരു റെസ്റ്റോ ബാറിലൊക്കെ വലിയ രീതിയിലുള്ള സെലിബ്രിറ്റി സാന്നിധ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. ഇന്നലെ ഇങ്ങനെ ഒരു അടിപിടിയിലേക്കും ബിയർ കുപ്പി കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നതിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? പോലീസ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നടപടികൾ എന്താണ്? പോലീസ് ഇതുവരേക്കും കേസ് എടുത്തിട്ടില്ല. പകരം പെൺകുട്ടി ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പെൺകുട്ടി പറയുന്നത് പ്രകാരം ഇന്നലെ ഇടശ്ശേരി ബാറിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ തന്നെ ഒരു റെസ്റ്റോ ബാറുണ്ട്, മില്ലേനിയം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ DJ പാർട്ടി നടക്കുമ്പോഴാണ് ഈ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള യുവാവ് യുവതിയോട് മോശമായി പെരുമാറുകയും ശരീരത്തിൽ കയറി പിടിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കയ്യിൽ ഉണ്ടായിരുന്ന ബിയർ കുപ്പിയെടുത്ത് യുവാവിൻ്റെ കയ്യിലും കഴുത്തിലുമൊക്കെ അടിച്ചതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. എന്തായാലും യുവാവിൻ്റെ ഈ പരിക്ക് അത് ഗുരുതരമല്ല, നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. യുവാവ് എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് എന്തായാലും യുവതി അത്തരത്തിലാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും വിശദമായി പരിശോധിച്ച ശേഷം കേസെടുക്കാമെന്നാണ് പോലീസിന്റെ നടപടി. യുവതിക്കെതിരെ മോശമായി പെരുമാറിയ രീതി കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യുവാവിനെതിരെയും കേസെടുക്കാനാണ് സാധ്യത. യുവതി പരാതി നൽകിയിട്ടുണ്ട് യുവാവിനെതിരെ. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുവാവ് ഈ ഒരു ബാറ് അതിനെതിരെ മുമ്പും തന്നെ പല പരാതികളും ഉയർന്നിരുന്നു. ഇതിനു മുൻപ് അവിടെ ഒരു
പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവിടെയും ഇങ്ങനെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നിരന്തരമാണ്. അങ്ങനെ പോലീസ് ഒരു ഘട്ടത്തിൽ ഇതിനെ അടച്ചു പൂട്ടിയ ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടൊക്കെ പോലീസിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് അവിടെ ഈ ഒരു ബാർ തുറന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഈ ബാറിലുണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുന്നത്. ഈ ഇവരെ പറ്റി, ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവരെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ നവമി ലഭ്യമാണോ? ഈ സ്ത്രീ എവിടുത്തുകാരിയാണ്, എങ്ങനെയാണ് ഇങ്ങനൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്? ആ സമയത്ത് വലിയ തിരക്കുള്ളൊരു സമയം തന്നെയാണല്ലോ, ഇന്നലെ ഒരു വീക്കെൻഡ് നൈറ്റാണ്, അപ്പോൾ സ്വാഭാവികമായി തിരക്കുണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു ആ സാഹചര്യത്തെ പറ്റി നമുക്ക് അറിയാവുന്ന, ഇത് എപ്പോഴായിരുന്നു ഉണ്ടായത്, എന്തൊക്കെയാണ് നമുക്ക് അതേപ്പറ്റി അറിയാവുന്നത്? ഇത് ഏകദേശം രാത്രിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. നിരവധി സെലിബ്രിറ്റികളടക്കം വരുന്ന ഒരു ബാർ കൂടിയാണ്, റെസ്റ്റോ ബാർ കൂടിയാണ്. ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് മലയാളത്തിലെ തന്നെ ഒരു പ്രമുഖ നടന്റെ മകനും, ആ മകനും നടനാണ്, ആ മകനും ഒപ്പം തന്നെ മലയാളത്തിൽ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു ഗായകനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പോലീസ് വന്നതിനെ തുടർന്ന് ഇവർ നേരത്തെ അവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും DJ പാർട്ടി പോലീസ് എത്തിയതിനു ശേഷം നിർത്തിവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെ കപ്പിൾ എൻട്രി അടക്കം നടക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റികളും ഒരുപാട് തിരക്കുള്ള ഒരു ബാർ തന്നെയാണ്. അവിടെ ഈ ഇടയ്ക്കാണ് അവിടെ ഒരു പുതുക്കി പണി നടന്നത്. അതിൻ്റെ പിന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വൈറലായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതിൻ്റെ ഒരു പുതുക്കി പണിയിലും അതിനുശേഷം ഉണ്ടാകുന്ന ആളുകളുടെ തിരക്കുമൊക്കെ വലിയ ശ്രദ്ധ നേടിയ ഒരു ബാർ കൂടിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു ജീവനക്കാരൻ്റെ നേരെ വെടിവെപ്പ് വരെ ഉണ്ടായ, ഇതുപോലെ അവിടെ എത്തിയ ഒരു ബാറിലെത്തിയ ഒരാൾ അവിടെയുള്ള ജീവനക്കാരനുമായി വാക്കുതർക്കം ഉണ്ടാകുകയും പിന്നീട് അയാളെ വെടിവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ പരിക്കേറ്റ് ജീവനക്കാരൻ ആശുപത്രിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ബാറിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്. കാരണം ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസിനൊരു കൃത്യമായി ഇതിനെ തടയുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണം ആവർത്തിക്കാതിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ളൊരു നടപടി കർശനമാക്കാൻ പോലീസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നൊരു ആരോപണവും കൂടി ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവതി പറയുന്നത് പ്രകാരം യുവതിക്കെതിരെ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഇത്തരത്തിൽ തിരിച്ച് പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആക്രമിച്ചതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ഇവർ രണ്ടുപേരും, ഈ യുവതി ഉദയംപേരൂർ സ്വദേശിയും ഈ യുവാവ് തൊടുപുഴ സ്വദേശിയുമാണ്. കൊച്ചിക്കാർ മാത്രമല്ല ഈ ബാറിലേക്ക് എത്തുന്നത്. നിരവധി ജില്ലയിലെ പുറത്തുനിന്നുള്ളവരൊക്കെ ഈ ബാറിലേക്ക് എത്തുന്നുണ്ട്, സുഹൃത്തുക്കളുമായി എത്തുന്നുണ്ട്, അല്ലെങ്കിൽ കപ്പിൾ ആയി എത്തുന്നുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന ഒരു ബാർ കൂടിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ രൂപമാറ്റമൊക്കെ വന്ന സാഹചര്യത്തിൽ അത് സോഷ്യൽ മീഡിയയിലടക്കമൊക്കെ വലിയ വൈറലായ ഒരു റെസ്റ്റോ ബാർ കൂടിയാണ് ഈ മില്ലേനിയം. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഇന്നലെ രാത്രി ഉണ്ടായത്. പോലീസ് എന്തായാലും അവിടെ എത്തി ഇന്നലെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ അടക്കം മൊഴിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവതിയുടെ മൊഴി കൂടി പരിശോധിച്ച് യുവതി പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന് പോലീസ് തീരുമാനിക്കുക. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാത്രിയോടെയാണ് എടശ്ശേരി ബാറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പോലീസ് എന്തായാലും വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാൻ നമുക്ക്. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണറുമായുള്ള പോരിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചന നൽകുകയാണ് സർക്കാർ. ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ കത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചു എന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളിയിരിക്കുന്നു. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാനേ കഴിയൂവെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, ഇനി അങ്ങോട്ടും ദേശീയ ചിഹ്നങ്ങളായി അംഗീകരിച്ചവയല്ലാതെ ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തികൾക്ക് എന്നൊരു സന്ദേശം കൂടി കത്തിൽ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കത്തിലെ വിശദാംശങ്ങൾ? ഇനി ഇതിന്റെ ഒരു തുടർ നടപടി എന്താവും? ഭാരതാംബ വിവാദത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടിക്ക് അനുകൂലമായ നിലപാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ കത്തിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഗവർണർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. പക്ഷേ ജനാധിപത്യത്തിൽ
വിശ്വസിക്കുന്ന ഒരു മന്ത്രിക്ക് അങ്ങനെയല്ലാതെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് തിരികെ മറുപടി നൽകിയപ്പോൾ അത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ മൂർധന്യത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിക്കുക. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന നിലപാടിലാണ് രാജ്ഭവൻ. അതേ നിലപാടിൽ തന്നെ സർക്കാരും ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗവർണർ സർക്കാർ പോര് മറ്റൊരു തരത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ഔദ്യോഗിക പരിപാടികൾക്ക് ദേശീയ പതാക മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഉത്തരവിറക്കിയത്. അതിനിടയിലാണ് ഭാരതാംബയുടെ പതാകയേന്തിയ ചിത്രം രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഒരേപോലെ പ്രദർശിപ്പിക്കുന്ന ഒരു നടപടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരുമെന്ന നിലപാടിലാണ് രാജ്ഭവൻ. അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്കായിരിക്കും ഭാരതാംബ വിവാദം സർക്കാരിനെയും രാജ്ഭവനെയും കൊണ്ടുചെന്ന് എത്തിക്കുക. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പത്മനാഭ സേവാ സമിതി സെക്രട്ടറിയുടെ പേരിൽ പോലീസ് നടപടി കൈക്കൊള്ളാൻ കേരള സർവകലാശാല രജിസ്ട്രാർ സ്വമേധയാ കൈക്കൊണ്ട തീരുമാനത്തിന്റെ സാഹചര്യം അടിയന്തരമായി വിശദീകരിക്കണമെന്ന് വൈസ് ചാൻസലർ. പരിപാടി റദ്ദാക്കാൻ ഉത്തരവ് നൽകിയിട്ടും തുടർ സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് രജിസ്ട്രാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന നിലപാടിലാണ് VC. മതചിഹ്നങ്ങൾ ഏതായിരുന്നുവെന്ന് വിശദീകരിക്കാൻ VC രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു. PROയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താൻ മേൽ നടപടികൾ സ്വീകരിച്ചതെന്ന് രജിസ്ട്രാർ വിശദീകരിച്ച സാഹചര്യത്തിൽ റിപ്പോർട്ടിന്റെ കോപ്പിയും മടക്ക തപാലിൽ ഹാജരാക്കാൻ VC നിർദ്ദേശിച്ചു. വിശദമായ റിപ്പോർട്ട് അടുത്ത ദിവസം VC ഗവർണർക്ക് കൈമാറും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്നൊരു വാർത്ത ഇന്നലെ യൂറോളജി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമായിരുന്നു. ആ തുറന്നു പറച്ചിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് ആരംഭം കുറിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തുറന്നു പറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിൽ നിന്ന് വിശദീകരണം തേടും. ശസ്ത്രക്രിയ മുടങ്ങിയതോ ഉപകരണം ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ ആരും അറിയിച്ചിരുന്നില്ലെന്നാണ് ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, വളരെ മികച്ചൊരു ഡോക്ടർ എന്ന് പേരെടുത്തിട്ടുള്ള ആളാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യത്തിലൊക്കെ ധാർമ്മികമായി അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് വഴിവെച്ചത് എന്ന് കരുതുന്നു. ഇപ്പോൾ ആ പോസ്റ്റിനെ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞില്ല എന്നൊരു വിശദീകരണം, അത് എത്രത്തോളം നിലനിൽക്കും? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന യൂറോളജി വിഭാഗം വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിലാണ് ആരോഗ്യവകുപ്പ് ആഭ്യന്തര അന്വേഷണം തുടങ്ങുന്നത്. വകുപ്പ് തല അന്വേഷണമായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക. സർക്കാർ ഉത്തരവിനെ തുടർന്നായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയെന്നാണ് സൂചന. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തുറന്നു പറച്ചിൽ നടത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാട് പിൻവലിച്ചുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കുറിപ്പിൽ പങ്കുവച്ച കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്നായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിൽ നിന്ന് ആരോഗ്യവകുപ്പ് വിശദീകരണം തേടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും മറുപടി തൃപ്തികരമല്ല എങ്കിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക എന്നാണ് സൂചന. അതേസമയം ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉപകരണങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ നിലപാട് എടുത്തിരുന്നു. അങ്ങനെ ഒരു വിശദീകരണമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ വിഷയങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് എന്നാണ് ഹാരിസ് ചിറക്കൽ ഇപ്പോഴും ഉന്നയിക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ യൂറോളജി വിഭാഗത്തിൽ മാത്രമല്ല മറ്റു പല വിഭാഗങ്ങളിലും ഉപകരണങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഡോക്ടർ ഇന്നലെ മാധ്യമങ്ങളോട് നടത്തിയ ഒരു പ്രതികരണവും. അക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നില്ലെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുമായിരുന്നു ഡോക്ടറുടെ നിലപാട്. സംഭവം വിവാദമായതോടെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് യൂറോളജി വിഭാഗം മേധാവി കൂടിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മണ്ണന്തല കൊലപാതകത്തിൽ പ്രതിയുടെ കുറ്റസമ്മത മൊഴി പുറത്ത്. സഹോദരിയെ കൊലപ്പെടുത്താനാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തതെന്നാണ് ഇപ്പോൾ പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. യുവതിക്ക് പുരുഷ സുഹൃത്തുക്കളുമായി ബന്ധമുണ്ടായിരുന്ന പ്രതി ചോദ്യം ചെയ്തിരുന്നു. ഇതാണ് പ്രകോപനം. അതിനിടെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് നടത്തി. സഹോദരി നിരന്തരമായി വീഡിയോ കോൾ ചെയ്തിരുന്നതാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതമൊഴി.
വീഡിയോ കോളാണ് യുവതി ഭർത്താവുമായി പിണങ്ങാൻ കാരണമായത്. പലതവണ പറഞ്ഞിട്ടും യുവതി കേൾക്കാൻ തയ്യാറായിരുന്നില്ല. താമസിച്ച വീട്ടിൽ വെച്ച് കൊല്ലാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. അടുത്ത് വീടുള്ളതിനാൽ അവിടെ നടക്കില്ല എന്ന ബോധ്യത്തിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു എന്നും പ്രതി മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട ഷഹീനയുടെ സഹോദരൻ ഷംഷാദ്, സുഹൃത്ത് വിശാഖ് എന്നിവരെയാണ് അപ്പാർട്ട്മെന്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ 21-നായിരുന്നു മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് പോത്തൻകോട് സ്വദേശിനി ഷഹീന കൊല്ലപ്പെട്ടത്. ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന ഷഹീനയ്ക്ക് മറ്റു പുരുഷന്മാരുമായുള്ള ബന്ധത്തെ ചൊല്ലി സഹോദരൻ ഷംഷാദുമായി തർക്കമുണ്ടായിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സഹോദരിയെ ഇവിടെ എത്തിച്ചത്. മുൻകൂട്ടി കൊലയ്ക്ക് തയ്യാറെടുത്താണ് ഷംഷാദ് അപ്പാർട്ട്മെന്റിലെത്തിയത്. സമീപത്തെ അപ്പാർട്ട്മെന്റുകളിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു കൊല നടത്തിയത്. ഒറ്റപ്പെട്ട അപ്പാർട്ട്മെന്റായാൽ ശബ്ദം പുറത്ത് കേൾക്കില്ലെന്നായിരുന്നു പ്രതി കരുതിയത്. ഷഹീനയെ മർദ്ദിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊന്നത്. തുടർന്ന് കൊലപാതകം മറച്ചുവെക്കാനും മൃതദേഹം മാറ്റാനും വേണ്ടിയുള്ള സഹായത്തിനാണ് സുഹൃത്തിനെ വിളിച്ചുവരുത്തിയത്. മണ്ണന്തലയിലെത്തിയ ചെമ്പഴന്തി സ്വദേശിയായ സുഹൃത്ത് വിശാഖ് കൊണ്ടുവന്ന മദ്യം ഇരുവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. സഹോദരനുമായി തർക്കമുണ്ടായ വിവരം തലേ ദിവസം അറിഞ്ഞ മാതാപിതാക്കൾ ഷഹീനയെ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ എടുക്കാത്തതിനാൽ ഇവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ എത്തുകയായിരുന്നു. കിടപ്പുമുറിയിലെ കട്ടിലിന് താഴെ അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞുവെങ്കിലും ഷംഷാദും സുഹൃത്തും സമ്മതിച്ചില്ല. തുടർന്ന് അപ്പാർട്ട്മെന്റിന് പുറത്തിറങ്ങിയ ഷഹീനയുടെ പിതാവ് 108 ആംബുലൻസ് വിളിച്ച് വിവരം പറയുകയായിരുന്നു. ആംബുലൻസ് എത്തി ഷഹീനയെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ശരീരം തണുത്ത് മരവിച്ച നിലയിലാണെന്ന് വ്യക്തമായത്. തുടർന്ന് മണ്ണന്തല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മുഖത്തും ശരീരത്തിലും ക്രൂരമായ മർദ്ദനമേറ്റാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 4 ദിവസത്തേക്കാണ് പ്രതികളെ മണ്ണന്തല പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. വിവാദം, തർക്കം, കൊലപാതകം, അതിൽ നിന്നൊക്കെ നമുക്ക് അല്പം പോസിറ്റീവായ ഒരു വാർത്തയിലേക്ക് പോവാം. കോട്ടയത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ജില്ലയിലെ അതിദരിദ്രരായ 903 കുടുംബങ്ങളെ പ്രത്യേക പദ്ധതികളിലൂടെ പുനരധിവസിപ്പിച്ചിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. 2021 സർക്കാർ തുടങ്ങിവെച്ച കർമ്മ പദ്ധതിയാണ് ഇപ്പോൾ പൂർണ്ണതയിലെത്തിയത്. ഇന്ത്യയിലെ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിക്കുന്നു. ഓരോ കുടുംബത്തിന്റെയും സാഹചര്യം അനുസരിച്ച് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയാണ് ലക്ഷ്യം കൈവരിച്ചത്. ഭക്ഷണമില്ലാത്ത 605 കുടുംബങ്ങൾക്ക് കിറ്റ് വഴിയോ പാകം ചെയ്ത നിലയിലോ ആണ് നൽകി വരുന്നത്. മരുന്നുകൾ ആവശ്യമുള്ള അതിദരിദ്രരായ 693 കുടുംബങ്ങൾക്ക് അവ ലഭ്യമാക്കി. 206 കുടുംബങ്ങൾക്ക് പാലിയേറ്റീവ് സേവനം, വരുമാനമാർഗമില്ലാത്തവർക്ക് അതിനുള്ള സംവിധാനം, അങ്ങനെ നീണ്ടുപോകുന്നു വിവിധ തരത്തിലുള്ള സേവനങ്ങൾ. കേരളത്തിന് പുറത്ത് ഇത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഇതിനു മുമ്പ് ഇത്തരമൊരു പരിശ്രമം നടന്നത് ചൈനയിൽ മാത്രമാണ്. അത് കഴിഞ്ഞ പിന്നെ കേരളത്തിലാണ് ഇത്തരമൊരു വലിയ ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനം, അതിദാരിദ്ര്യമുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനം നടക്കുന്നു. സ്വകാര്യ വ്യക്തികളിൽ നിന്നും സൗജന്യമായ സ്ഥലം സ്വീകരിച്ച് കൈമാറുന്ന പ്രവർത്തനവും ഇതിന്റെ ഭാഗമായി നടത്തി. 67 കുടുംബങ്ങൾക്ക് വീട് മാത്രവും 50 കുടുംബങ്ങൾക്ക് വീടും വസ്തുവും നൽകി. ആ ഒരു വീക്ഷണത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആത്യന്തികമായ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്ന രൂപത്തിലേക്കുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈയെടുത്തും മറ്റെല്ലാ വകുപ്പുകളും ചേർന്നും ടീമായി തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ടീം വർക്കിന്റെ ആദ്യത്തെ നെറ്റ് റിസൾട്ടാണ് കോട്ടയം ജില്ല നമുക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ദേശീയാടിസ്ഥാനത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യ ജില്ലയായി വരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉപഭോക്താക്കളുടെ സാഹചര്യം തുടർന്നും പരിശോധിക്കാനും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബശ്രീയെ ഉപയോഗിച്ച് നടത്തിയ സർവേയിൽ 64,006 കുടുംബങ്ങളെ സംസ്ഥാനത്താകെ അതിദരിദ്രരായി കണ്ടെത്തിയിരുന്നു. കോട്ടയമാണ് സംസ്ഥാനത്ത് ആദ്യമായി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിദരിദ്രരില്ലാത്ത ജില്ലയായി പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ഇന്നലെ ഉച്ചയോടെ ആരോഗ്യനില മോശമായെങ്കിലും പിന്നീട് അല്പം മെച്ചപ്പെട്ടു. VSന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും മകൻ VA അരുൺകുമാർ അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെയും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. സിറോ മലബാർ സഭയിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന ഒരു വലിയ തർക്കമാണ്
കുർബാന തർക്കം. ആ തർക്കം പരിഹരിച്ചതായി വിശ്വാസികളെ അറിയിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപത രാവിലെ പള്ളി ചേരുമ്പോൾ, പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ ഈ സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിക്കും. ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന അർപ്പിക്കണം. അച്ചടക്ക നടപടി നേരിട്ട വൈദികരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. അൽമായ മുന്നേറ്റം സർക്കുലർ അംഗീകരിച്ചിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ്. നവമി, എത്രയോ നാളായി തുടരുന്ന ഒരു തർക്കം, എന്തൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായെന്നത് പലപ്പോഴായി നമ്മൾ കണ്ടതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഇതെത്തുന്നു. എന്താണ് ഈ സമവായ ഫോർമുല എന്താണ്? പള്ളിക്കകത്തും പുറത്തുമായിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു, ഏറ്റുമുട്ടലുകൾ കണ്ടു, പോലീസിന്റെ വലിയ ഇടപെടൽ നമ്മൾ കണ്ടു. ഇതെല്ലാം വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ്. പള്ളി അടച്ചിടുന്ന സാഹചര്യം, കുർബാന നടത്താൻ അനുവദിക്കാത്ത സാഹചര്യം, ചർച്ചകൾ പലത് നടന്നു. മാർപ്പാപ്പ വരെ ഇടപെട്ടിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതിനൊക്കെ ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം വൈദികരുടെ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, ഭാഗികമായെങ്കിലും അംഗീകരിച്ചുകൊണ്ട് ഇരുവരും പരസ്പരം ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, കുർബാന ഞായറാഴ്ചയും അതോടൊപ്പം തന്നെ പള്ളികളിലെ പ്രത്യേക ദിവസങ്ങളിലും ഈ ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ്. അതെന്തായാലും അൽമായ മുന്നേറ്റം അടക്കമുള്ള ഇവരെല്ലാം തരെയും ഈ ഒരു സർക്കുലറിന് അല്ലെങ്കിൽ ഈ ഒരു നിലപാടിനെ സ്വീകരിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം, രാവിലെ 5:30-നും 10:30-നും ഇടയിലോ വൈകുന്നേരം 3:30-നും 6-നും ഇടയിലോ ആയിരിക്കണം ഈ ഒരു ഏകീകൃത കുർബാന ഒരു സമയത്തെങ്കിലും അർപ്പിക്കുന്ന രീതിയിലേക്കായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കൂരിയ പിരിച്ചുവിടണം എന്ന കാര്യം, അത് പിരിച്ചുവിട്ടു. ഇനി പുതിയ കൂരിയ ഉടനെ തന്നെ ചുമതലയേൽക്കും, അതിനും അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ നടപടി നേരിട്ട വൈദികരെ അവരെ തിരിച്ചെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ രമ്യമായി സംസാരിച്ച് പരിഹരിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾക്കൊടുവിൽ അവർ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തെ അൽമായ മുന്നേറ്റം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മുതലായിരിക്കും ഒരു ഏകീകൃത കുർബാന ഒരു സമയത്തെങ്കിലും അർപ്പിക്കുക. അത് പ്രത്യേക ദിവസങ്ങളിലും ഞായറാഴ്ചകളിലുമായിരിക്കണം ഏകീകൃത കുർബാന അർപ്പിക്കേണ്ടതെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് അവരുടെ ഏതാണോ ജനാഭിമുഖ കുർബാനയാണെങ്കിൽ അത് തന്നെ നടത്തിക്കോട്ടെ. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത്, ഞായറാഴ്ചകളിലും പള്ളിയുടെ പ്രത്യേക ദിവസങ്ങളിലും ഒരു സമയത്ത് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയത്. അതെന്തായാലും അംഗീകരിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് അൽമായ മുന്നേറ്റം അടക്കം നിൽക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരിക. 3-ാം തീയതി മുതലായിരിക്കും അത് പ്രാബല്യത്തിൽ വരിക. ഇന്ന് ആ സർക്കുലർ പള്ളികളിലെല്ലാം വായിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഒരു സംഘർഷങ്ങളുടെയും വലിയ ഒരു തർക്കങ്ങളുടെയൊക്കെ ഒടുവിലാണ് ഇത്തരത്തിലൊരു സമവായ നീക്കത്തിലേക്ക് പോവുകയും ഇരു കൂട്ടരും സംസാരിച്ച് ഇനി ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാം, വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകണ്ട എന്നൊരു നിലപാടിലേക്കും എത്തി നിൽക്കുന്നത്. ശ്രീജ. ശരി നവമി, സിറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ തന്നെ എത്രയോ കാലം നീണ്ട ഒരു വലിയ തർക്കത്തിന് പരിഹാരമാകുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇന്ന് പള്ളികളിൽ കുർബാനയ്ക്കിടെ ഈ സർക്കുലർ വായിക്കും. മലപ്പുറം കോട്ടയ്ക്കലിനടുത്ത പാങ്ങിൽ 1 വയസ്സുകാരൻ മരിച്ചത് മതിയായ ചികിത്സ ലഭിക്കാതെ എന്ന ആരോപണം. ആരോഗ്യവകുപ്പും പോലീസും ഇക്കാര്യം പരിശോധിക്കുകയാണ്. അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശികളായ ഹിറ അറീര നവാസ് ദമ്പതികളുടെ മകൻ SN അർഹാനാണ് മരിച്ചത്. വിവരങ്ങളുമായി അനുമോദ്. അത്യന്തം ദുഃഖകരമായൊരു വാർത്തയാണ്. 1 വയസ്സുള്ള കുഞ്ഞിൻ്റെ ജീവൻ പോകാൻ കാരണം മാതാപിതാക്കളുടെ ചില വിശ്വാസങ്ങളാണ് എന്ന് കേൾക്കുമ്പോൾ അതിൽ വലിയ ദുഃഖം തോന്നുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു പാസ്റ്റ് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പരിശോധിച്ചാൽ ഈ കുഞ്ഞിൻ്റെ ജനനം തൊട്ടെല്ലാം മീൻകറി ഉണ്ടാക്കുന്നതിനിടയിൽ പ്രസവിച്ചു എന്ന അഭിമാനത്തോടെ പറയുന്ന, ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ പോയില്ല ഗർഭകാലത്ത് എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു അമ്മയാണ് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയ അന്വേഷണങ്ങൾ വേണ്ടിവരും. പോലീസ് ഇപ്പോൾ ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അധികം ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയം കാണേണ്ടത്. കാരണം ഈ നേരത്തെ തന്നെ ഈ വീട്ടിനുള്ളിലെ പ്രസവം അടക്കമുള്ള അശാസ്ത്രീയമായ കാര്യങ്ങളെ വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്ന ഒരു കുടുംബമാണ് ഇവരുടേതെന്ന് വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയുടെ ജനനം മുതൽ ഉള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള സമീപനം തന്നെയാണ് അവർ എടുത്തിട്ടുള്ളത്.
ഏറ്റവും അവസാനമായിട്ട് ഏപ്രിൽ 3 അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുട്ടി മഴ നനയുന്നത് ചിത്രവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ മരണത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന സൂചന കുട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളോ അതേപോലെ ചികിത്സയോ എവിടെയും നൽകിയിട്ടില്ല എന്നാണ്. അപ്പോൾ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ചികിത്സ നൽകാൻ ഇവർ തയ്യാറാകാതിരുന്നതാണോ ഈ കുട്ടിയുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്, ജീവൻ പോകുന്ന സാഹചര്യത്തിൽ എത്തിയത് എന്നുള്ളതാണ് പ്രധാനം. ഇനി സംഭവിക്കാൻ ഇടയുള്ളത് അല്ലെങ്കിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് പൂർത്തിയാക്കാനുള്ളത്. പോസ്റ്റ്മോർട്ടത്തിൽ ഈ കുട്ടിയുടെ മരണകാലത്തെ കുറിച്ച് ഒരു കൃത്യമായ വിവരം ലഭിക്കും എന്നാണ് കരുതുന്നത്. അത്തരത്തിൽ ഈ കുട്ടിക്ക് ചികിത്സ ലഭിക്കാത്തത് ഈ മരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന ഒരു അസംഷനിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഈ രക്ഷിതാക്കൾക്കെതിരെ നരഹത്യക്ക് വരെ കേസെടുക്കാൻ പോലീസിന് സാധിക്കും. അതൊക്കെ അതായത് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത് ചെയ്തില്ലെങ്കിൽ അത് നരഹത്യ ചുമത്താവുന്ന കുറ്റമായിട്ട് തന്നെ കാണാൻ കഴിയും പുതിയ നിയമസംഹിതയിൽ. അത്തരത്തിലുള്ള വലിയ നീക്കങ്ങളിലേക്ക് പോലീസ് പോകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിലെന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് അറിയേണ്ടത്. പക്ഷേ കുട്ടിയുടെ വാക്സിനേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ കിട്ടണമെന്നില്ല. കാരണം കുട്ടിയുടെ രക്തത്തിൽ നിന്നാണ് അത് അറിയേണ്ടത്. മരിച്ച ഇത്രയും സമയം കഴിഞ്ഞ ഒരുപക്ഷെ അത്തരം പരിശോധനകൾ സാധ്യമാകണമെന്നില്ല. പക്ഷേ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്താണ്, മഞ്ഞപ്പിത്തമാണോ എന്നുള്ള സാഹചര്യങ്ങൾ, അതിന്റെ ചികിത്സ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ, ഇതൊക്കെ ഇന്നത്തെ പരിശോധനയിലൂടെ അറിയാനാകുമെന്നാണ് മനസ്സിലാവുന്നത്. ഇന്ന് എപ്പോഴാകും പോസ്റ്റ്മോർട്ടം എന്നുള്ള കാര്യത്തിൽ രാവിലെ അല്പസമയത്തിന് ശേഷമേ വ്യക്തത കൈവരികയുള്ളൂ. എന്താണെങ്കിലും ഒരിക്കലും ശാസ്ത്രീയമായ ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കാത്ത അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ തന്നെ ഇവരുടെ പല പ്രവൃത്തികളും ഇവരുടെ പല സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളും വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് വരെ ഇത് കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളതാണ് അത്യധികം ദുഃഖകരം. മാത്രമല്ല ഇവരുടെ പ്രവൃത്തി ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ അത്യധികം ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇതെന്ന് വിലയിരുത്തേണ്ടി വരും. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ മരണത്തിന് പിന്നിൽ ശാസ്ത്രീയമായ ചികിത്സകളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ സൂചനകളുണ്ട്. വിശദമായ ഒരു അന്വേഷണത്തിലായിരിക്കും ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാവുക. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. Pitapillil Agencies presents News 18 Anti-Drugs Awareness Campaign. Say no to drugs എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കും. It is not drugs that will give us a high. Choose life. സമൂഹത്തിന്റെ അധപതനം ലഹരി എസ്കേപ്പിസം ആണ്. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കാൻ വേണ്ടിയാണോ ക്യാമ്പസുകളിലേക്ക് വരുന്നതെന്ന് എനിക്കറിയാം. സ്റ്റാഫിന്റെ പേഴ്സണൽ ലൈഫ് നല്ലതായിരിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഒരു ദൃശ്യം സിനിമ ഉണ്ടായിരുന്നു. എത്രമാത്രം ക്രൈമുകൾ അതിന് ശേഷം കേരളത്തിൽ നടന്നു. സിനിമ എപ്പോഴും സിനിമയാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആരെയും നമ്മൾ സിനിമയിൽ അഭിനയിപ്പിക്കില്ല. ഒരേ വഴിയിലീരാവോളം ഒഴുകി നാം. ഒരു നിമിഷത്തെ ഇൻസ്പിറേഷന് വേണ്ടിയിട്ടുമാണ് ലഹരി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ആർട്ടിസ്റ്റ് ഞാൻ പോയി കണ്ടിട്ടുള്ളത്. തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോലെ നഷ്ടപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഷൈൻ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പുറകെ നടന്ന് അപ്പം പോയടോ. ഞാൻ മലയാളം കുട്ടിയല്ല, പറയാതിരിക്കാൻ വയ്യ, വൻ വൈബാണ്. പക്ഷെ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ എനർജി. Pitapillil Agencies presents Anti-Drugs Awareness Campaign 2025, powered by Reliance Industries Limited and DMAC. Banking partner South Indian Bank. Experience Next Gen Banking. Special partner Amrita Vishwavidyapeetham. Come Become. In association with Poppy Umbrella, Aquila Finance Limited, Hawaii Steel Doors, IBIS Group of Institutions.
സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ആരായിരിക്കും? കുറെ നാളുകളായി ഇക്കാര്യത്തിൽ ആകാംക്ഷ തുടങ്ങിയിട്ട്. രവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകാനാണ് സാധ്യത. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. UPSC സംസ്ഥാനത്തിന് കൈമാറിയ ചുരുക്കപ്പട്ടികയിലുള്ള നിതിൻ അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരിൽ നിന്നാണ് പുതിയ മേധാവിയെ തെരഞ്ഞെടുക്കേണ്ടത്. സംസ്ഥാനത്ത് മഴയുടെ ശക്തി ചെറുതായി കുറഞ്ഞു വരുന്നുണ്ട്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടിയിലെത്തി. ഡാം ഇന്ന് രാവിലെ 10 മണിക്ക് തുറക്കും. സെക്കൻഡിൽ പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാർ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി. പ്രിൻസ്, ഗുഡ് മോർണിംഗ്. 136 അടി എന്ന് ഭേദിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സ്പിൽവേ തുറക്കുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്? എന്തൊക്കെയാണ് ആ ഭാഗത്തുള്ളവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. റൂൾ കർവ് പ്രകാരം നിലവിൽ നിലവിൽ അനുവദനീയമായ അളവായ 136 അടി ജലനിരപ്പ് പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ 136.15 അടി വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിലുണ്ട്. ഈ സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കും, പെരിയാറിലേക്ക് ഒഴുക്കും. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ആയിരിക്കും തമിഴ്നാട് സ്പിൽവേ ഷട്ടർ ഉയർത്തുക. എന്തായാലും നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാതെ കുറഞ്ഞ അളവിൽ, അതായത് 1000 ക്യൂസെക്സോളം വെള്ളം പുറത്തേക്ക് ഒഴുക്കുക എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന് ആനുപാതികമായി മാത്രമായിരിക്കും പുറത്തേക്ക് ഒഴുകുക. അതായത് ടണൽ മാർഗം തമിഴ്നാട് 2116 ക്യൂസെക്സ് വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ 3720 ക്യൂസെക്സോളം വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ നീരൊഴുക്ക് തുടരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അതിനാനുപാതികമായി ടണൽ മാർഗം കൊണ്ടുപോകുന്നതിലും അധികമായി വരുന്ന വെള്ളമായിരിക്കും ഇപ്പോൾ സ്പിൽവേയിലൂടെ പെരിയാറിലേക്ക് ഒഴുകുക. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ മഴയ്ക്ക് അല്പം കുറവുണ്ടെങ്കിൽ പോലും നീരൊഴുക്ക് പൂർണ്ണമായും കുറഞ്ഞിട്ടില്ല. ശക്തമായി തുടരുന്ന സാഹചര്യം തന്നെയുണ്ട്. പ്രത്യേകിച്ചും തേക്കടി തടാക മേഖലയിലേക്ക് ഇടപെട്ടുള്ള മഴയും ഒപ്പം പെരിയാർ വനമേഖലയിൽ നിന്നൊക്കെയുള്ള മഴയും ഒപ്പം ഇവിടെ നിന്നുള്ള നീരൊഴുക്കൊക്കെ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് 136 അടിയിൽ നിലനിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് റൂൾ കർവ് പ്രകാരം ഇപ്പോൾ അനുവദനീയമായ നിരക്കിൽ നിർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് വെള്ളം തുറന്നു വിടാതെ ഈ 136 അടിയിൽ നിലനിർത്തുന്ന ഒരു നടപടിയായിരിക്കും തമിഴ്നാട് സ്വീകരിക്കുക. അധികമായി വരുന്ന വെള്ളം മാത്രം പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. എന്തായാലും അണക്കെട്ട് തുറക്കുന്നതിനുള്ള നടപടികൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം രാവിലെ 10 മണിയോടെ തുറക്കുമെന്നാണ് നമുക്ക് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലാ ഭരണകൂടമൊക്കെ തമിഴ്നാടിനോട് അറിയിപ്പ് നൽകിയിരുന്നു. പകൽ സമയത്ത് മാത്രമേ അണക്കെട്ട് തുറക്കാവൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ 10 മണിയോടെ തുറക്കുമെന്ന അറിയിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ രാത്രി കാലങ്ങളിൽ സ്പിൽവേ ഉയർത്തിയത് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയിരുന്നു. എന്തായാലും അണക്കെട്ടിന്റെ പെരിയാർ തീരമേഖലയിൽ താമസിക്കുന്നവർ വലിയ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അണക്കെട്ടിന്റെ വെള്ളം തുറന്നാൽ ആദ്യം വെള്ളം എത്തുന്ന വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ മേഖലയിലൊക്കെ ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആവശ്യമെങ്കിൽ ആളുകൾക്ക് മാറി താമസിക്കാനായി 20ഓളം ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും ക്യാമ്പുകളിലേക്കൊന്നും ആളുകൾ ഇതുവരെ മാറിയിട്ടില്ല. കാരണം അത്തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. വലിയ തോതിൽ വെള്ളം തുറന്നുവിടാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ പെരിയാർ നദിയിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വീടുകളിൽ നിന്ന് ഇപ്പോൾ മാറിയിട്ടില്ല. എന്തായാലും ഉള്ള മുന്നൊരുക്കങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു മണിക്കൂറിലൊക്കെ തന്നെ നീരൊഴുക്കിനെ ഒരു ആശ്രയിച്ചായിരിക്കും എത്രമാത്രം വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്ന് തമിഴ്നാട് തീരുമാനിക്കുക. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിൽ 136 അടി കഴിഞ്ഞിരിക്കുന്നു ജലനിരപ്പ്. ഇന്ന് 10 മണിയോടെ സ്പിൽവേ തുറന്നുവിടും. പ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആംനസ്റ്റി സ്കീമിലൂടെയുള്ള അരിയർ റിക്കവറി എല്ലാ വ്യാപാരികളും പ്രയോജനപ്പെടുത്തണമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പദ്ധതിയിൽ ഭാഗമാകുന്നവർക്ക് കുടിശ്ശികയിലുള്ള നികുതിയുടെ നിശ്ചിത ശതമാനം കിഴിവും പിഴയിലും പലിശയിലും പൂർണ്ണ ഒഴിവും ലഭ്യമാകും. വർഷങ്ങൾക്ക് മുൻപുള്ള നികുതി കുടിശ്ശിക ചെറിയ തുക അടച്ച് പരിഹരിക്കാനും മറ്റ് നിയമ നടപടികൾ ഇതുവഴി ഒഴിവാക്കാനും ഈ സ്കീം വഴി സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജൂൺ 30 വരെയുള്ള അരിയർ റിക്കവറി എല്ലാവരും കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ദീർഘകാലമായി നികുതി കുടിശ്ശികകൾ കിടക്കുന്ന, അടയ്ക്കാതെ ബുദ്ധിമുട്ടുന്ന വ്യാപാരികളെയും വ്യവസായികളെയും സഹായിക്കുന്നതിനുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് ആംനസ്റ്റി 2025.
ഇത് പ്രകാരം അടയ്ക്കാനുള്ള തുകയിൽ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് അടയ്ക്കുക, ചില വളരെ പഴക്കമുള്ള കുടിശ്ശികളിൽ വളരെ ചെറിയ തുക തന്നെ അടച്ച് ഈ പ്രശ്നം പരിഹരിക്കുക തുടങ്ങി വ്യത്യസ്തമായ ആംനസ്റ്റി പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. 2025 ജൂൺ 30 ഇതിന്റെ അവസാന തീയതിയാണെന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയും വലിയൊരു ആംനസ്റ്റി സ്കീം നമ്മുടെ നാട്ടിൽ പൊതുവിൽ വന്നിട്ടില്ല. ഇന്ത്യയിലാകെ മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാവുന്ന ഒരു ആംനസ്റ്റി സ്കീം തന്നെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. എല്ലാവരും ഈ ആംനസ്റ്റിയുടെ ഗുണഫലങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവുകയും അനാവശ്യമായ നിയമവ്യവഹാര നികുതി വ്യവഹാര കുടിശ്ശികകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിവാകാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുകയും വേണം എന്ന് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. പാകിസ്ഥാനിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. പുലർച്ചെ 3:54 ഭൂചലനം. മുൾട്ടാനിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം. നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. ഇതിനിടെ പാകിസ്ഥാനിൽ സൈനികർക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ വരുന്നു. സൈന്യത്തിന്റെ ബോംബ് ഡിഫ്യൂസൽ സ്ക്വാഡിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 13 സൈനികർ കൊല്ലപ്പെട്ടു. സിവിലിയൻ ഉൾപ്പെടെ 29 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. അഫ്ഗാൻ താലിബാന്റെ പാക് ഘടകമായ തെഹ്രീക്ക് താലിബാനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ എന്ന പാക് ആർമിയുടെ വാദം തള്ളി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെയാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. തെഹ്രീക്ക് താലിബാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷവും ഇങ്ങനെ പാക് ആർമി ഇത്തരം ഒരു വാദം ഉന്നയിക്കുന്നത് അസ്വാഭാവികമായി തോന്നി. എന്താണ് ഇന്ത്യയുടെ അതിനോടുള്ള പ്രതികരണം? എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെ വിവരങ്ങൾ ഈ ആക്രമണത്തെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്? ഗുഡ് മോർണിംഗ് ശ്രീജ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിലെ സൈനികർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. 500 കിലോ എക്സ്പ്ലോസീവുമായിട്ട് വരുന്നൊരു വാഹനം നേരെ സൈനിക വാഹനത്തിന് നേരെ ചെന്നിടിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അത് വലിയ രീതിയിലുള്ള സ്ഫോടനം ഉണ്ടാവുകയും കൂട്ടത്തിലുണ്ടായിരുന്ന 13 പാക് സൈനികർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ചുറ്റുപാടുമുണ്ടായിരുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന 29ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ കുട്ടികളടക്കം സ്ത്രീകളടക്കമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ആക്രമണത്തിന് പിന്നിൽ ഹാഫിസ് ഗുൾ ബഹദൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്. അത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഹാഫിസ് ഗുൾ ബഹദൂർ. അയാൾ നേതൃത്വം കൊടുക്കുന്ന സംഘടന. ഇവരാണ് ഇപ്പോൾ പാക് സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ പാകിസ്ഥാനിലെ വാസിർസ്ഥാൻ, നോർത്ത് ഖൈബർ പഖ്തൂൻഖ്വായിലെ നോർത്ത് വാസിർസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിനു മുമ്പും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും ആക്രമണമുണ്ടായി. അന്നും 8 സൈനികർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് തുടരെ പാകിസ്ഥാനിൽ സൈനികർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ പാക് ആർമി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയാണ് പാകിസ്ഥാനിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്, അതിനെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ള തരത്തിലാണ് പാകിസ്ഥാൻ ആർമി പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാലാകോട്ട് ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരു തിരിച്ചടി നൽകിയിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഫൈറ്റർ പൈലറ്റായിട്ടുള്ള അഭിനന്ദൻ വർദ്ധമൻ അന്ന് പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു. ആ അഭിനന്ദൻ വർദ്ധമനെ തങ്ങൾ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ തങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ച ഒരു മേജറുണ്ട്, മേജർ മോയിസ് അബ്ബാസ്. അദ്ദേഹമടക്കം പാകിസ്ഥാന്റെ മേജർ മോയിസ് അബ്ബാസ് അടക്കം കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആർമി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ രാത്രി തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാലും അതിൽ ഇന്ത്യക്ക് പഴിചാരുന്നത് പാകിസ്ഥാന്റെ ഒരു സ്വാഭാവിക നടപടിയാണ്. ഇന്ത്യക്ക് ഒരു തരത്തിലൊരു പങ്കില്ലാന്നും പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള വാദത്തെ തള്ളിക്കൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ രംഗത്തെത്തിയിരുന്നു. അതേസമയം വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണത്തിന്റെ പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ അതിൽ അന്വേഷണം എന്താണ്, അവിടെ കൂടുതൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, ഇതിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ തെഹ്രീക്ക് ഇൻസാഫ് മാത്രമാണോ എന്നുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് തന്നെ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി. നോർത്ത് വസീറിസ്ഥാനിൽ മിർ അലി
ഏരിയയിലാണ് ഇങ്ങനെയൊരു സ്ഫോടനമുണ്ടായത്. ഇതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ തീവ്രവാദി സംഘടനകൾ ഏറ്റെടുക്കുമ്പോൾ പോലും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് നേരെ ഒരു ആരോപണമുണ്ടായി. പക്ഷേ അത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി എതിർത്തിരിക്കുകയുമാണ്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലയിലെ പാതിരാപ്പള്ളി എന്ന കൊച്ചു ഗ്രാമം. ഈ കൊച്ചു ഗ്രാമം ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു എഴുത്തുകാരൻ്റെ പേരിലാണ്. അത് അഖിൽ പി ധർമ്മജൻ എന്ന യുവാവിൻ്റെ പേരിലാണ്. രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ട കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പ്രതിഭാ പുരസ്കാരം നേടിയത് അഖിലാണ്. അഖിൽ എഴുതിയ പുസ്തകമാണ് ഒരുപക്ഷെ അഖിലിനേക്കാൾ കൂടുതൽ പ്രശസ്തം. അത് രാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലാണ്. അവാർഡിന് പിന്നാലെ വിവാദങ്ങളും ഇഷ്ടം പോലെ അഖിലിനെ തേടിയെത്തി. അപ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കുകയാണ്, ആരാണ് യഥാർത്ഥത്തിൽ അഖിൽ പി ധർമ്മജൻ? ലൈംലൈറ്റുകളുടെ പ്രകാശമില്ലാതെ തന്നെ അഖിലിൻ്റെ ജീവിതം തുറന്ന് കാണിക്കുകയാണ് ന്യൂസ് 18. സാധാരണ റാം ട്രെയിൻ കാത്തിരിക്കാറുള്ള സിമന്റ് ബെഞ്ചിന് അരികിലേക്ക് നടന്നു. ആ ബെഞ്ചിൽ റാം മാർക്കർ പേന കൊണ്ട് മുൻപൊരിക്കൽ എഴുതിയിട്ടിരുന്ന അവന്റെ പേരിനൊപ്പം മല്ലിയുടെ പേര് കൂടി എഴുതിയിട്ടിരുന്നു. അത് കണ്ട് റാം അവളെ ഒന്ന് നോക്കി. വളരെ കുറഞ്ഞ കാലം കൊണ്ട് കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ. ഒപ്പം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൽകി രാജ്യവും അഖിലിനെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ന്യൂസ് 8ന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ യുവ എഴുത്തുകാരനാണ്. അഖിൽ, സ്വാഗതം. അഖിലെ, ഇനിയിപ്പോ ഔപചാരികതകളൊന്നും വേണ്ട എന്നെ പരിചയപ്പെടുത്താനായിട്ട്. പാതിരപ്പള്ളിക്കാരനാണ് അഖില്. എന്റെ നാടും പാതിരപ്പള്ളിയാണ്. കൊച്ചിലെ മുതൽ കണ്ട് വളർന്ന ആളുകളാണ് നമ്മളല്ലേ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോ രാജ്യമാകെ അംഗീകരിക്കപ്പെട്ട ഒരു എഴുത്തുകാരനായി വളരെയധികം സന്തോഷം ഉണ്ടായില്ലേ? എനിക്ക് സന്തോഷം. ഇങ്ങനൊരു കൂടിക്കാഴ്ച ശരിക്കും നാടിനും കൂടുതൽ അഭിമാനമാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും വിവാദങ്ങളും ഒക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ നടക്കുന്നു, അതിനൊപ്പം അതും നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കഥ എഴുത്ത് എന്നുള്ളത് വളരെ സീരിയസ് ആയി കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? ഞാനിത് തീരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ നാട്ടിലൊക്കെ കഥ പറയുമല്ലോ, ചേട്ടന്മാരൊക്കെ പ്രേതകഥകൾ പറയും, ഓരോ സ്ഥലങ്ങളിൽ പോയ കഥകളൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഞാൻ സ്കൂളിൽ വന്ന് പറയുമ്പോഴേക്കും ആദ്യം 1-2 കുട്ടികൾ കേൾക്കാണ്ട് ഇവര് കുറെ കുട്ടികളെ കൂട്ടിയിട്ട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഒരേ കഥ പറഞ്ഞ് മടുത്തു. അങ്ങനെ ഈ കഥയെ ഞാൻ എടുത്തിട്ട് റഫ് നോട്ടിന്റെ ബാക്കിലാക്കും. ഈ റഫ് നോട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ കുറെ ദിവസം കഴിഞ്ഞ് എന്റെ കയ്യിൽ കിട്ടുന്നത്, അതും കുറെ അഴുക്കൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഓരോ ആൾക്കാർ വന്ന് അതിന്റെ അഭിപ്രായം പറയാം, ആ പ്രേതകഥ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ഇതെനിക്കൊരു ഭയങ്കര രസം തോന്നി. ഈ കുട്ടികൾ ഇത് വായിക്കുന്നു, അതിന്റെ അഭിപ്രായം പറയുന്നു, അവരുടെ മുഖത്ത് ഭീതി കാണുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ആദ്യത്തെ നോവൽ തന്നെ വെച്ചപ്പോൾ ഒരു പ്രേതകഥയാണ്. നമ്മളിപ്പോ ഹൊറർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് നമ്മളിപ്പോ നോർമലി ഒരു കഥ പറയുമ്പോഴും ഹൊറർ കഥ പറയുമ്പോഴും ആളിന്റെ ഒരു വ്യത്യാസമുണ്ട്. നോർമലി കഥ പറയുമ്പോൾ ഒരു 5-6 പേര് കാണും. ഹൊറർ എന്ന് പറഞ്ഞാൽ ഉള്ളവരെല്ലാരും കൂടെ വന്ന് ഇതെന്താന്ന് നോക്കും. അപ്പൊ ആ ഒരു ചെറുപ്പം തൊട്ട് തന്നെ അങ്ങനെയാണ് എഴുതി ശീലിച്ചത്. അതെങ്ങനെയാണ് ഒരു ഹൊറർ പശ്ചാത്തലത്തിലേക്ക്? നിങ്ങളുടെ വീടൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ഹൊറർ പശ്ചാത്തലം അത് കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു മഞ്ഞ വീടെന്ന് പറഞ്ഞ ഒരു പഴയ ഒരു വീടാ. അവിടെ ആൾത്താമസം കാടും പടലേക്ക് പിടിച്ച് കിടക്കുന്ന ഒരു തറവാട് ഒരു വീട്. ഞങ്ങള് കുട്ടികൾ അതിനെ മഞ്ഞ വീടെന്നാണ് വിളിക്കുന്നത്. മഞ്ഞ പെയിന്റാണ് അതിന്. അപ്പൊ ശനി ഞായറൊക്കെ ആകുമ്പോൾ ഞങ്ങള് പ്രേതമായിട്ട് പറഞ്ഞ കമ്പും പോലൊക്കെ ആയിട്ട് അതിനടുത്ത് നടക്കില്ല, വവ്വാലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ മുറിയിലൊക്കെ കയറുമ്പോൾ വവ്വാല് പറഞ്ഞു മുമ്പ് പ്രേതമാണെന്ന് വിചാരിച്ച്. അപ്പൊ ആ കുട്ടിക്കാലത്ത് എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾ പ്രേതമായിട്ടേക്ക് പോകും. ഈ ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വീട്. അപ്പൊ അതിന് ചുമ്മാ ഓരോ കഥയൊക്കെ പറഞ്ഞു, അതിൻ്റെ അകത്ത് കുറെ ആൾക്കാർ തൂങ്ങി മരിച്ചതാണ് എന്നൊക്കെ കഥ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല, കുട്ടികളായിട്ട് പോകുമ്പോൾ ഒരു അഡ്വഞ്ചർ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്ന് മഴയൊന്നുമില്ല, നല്ലൊരു അന്തരീക്ഷം. അഖില് വന്നോണ്ടേ. അഖില് എപ്പോഴും ചിരിച്ചോണ്ടാണോ ഇരിക്കുന്നത്? ചിരിച്ചോണ്ടായിരിക്കുന്നത്. കുട്ടിക്കാലത്ത് ഞാൻ അഖിലിനെ കണ്ടിട്ടുണ്ട്. അന്ന് ഈ നുണക്കുഴി ഉള്ള ചിരിയും ഒക്കെ ആയിട്ടാണ് അല്ലെ. നമ്മൾ ഷിനൂന്നായിരുന്നു അന്ന് വിളിക്കുന്നത്. കോഴിവത്തി. ഞാൻ കാണുമ്പോഴെല്ലാം ഇതുണ്ടല്ലോ. തീരെ ചെറുപ്പത്തിൽ കോഴിവത്തിയത്. കോഴിവത്തിയാണ്. അതാണ് ഒരു സൈഡ് മാത്രല്ലേ. അതെല്ലാരും ഓർക്കും നുണക്കുഴിയാണ്, പക്ഷെ അതൊരു കോഴി ആക്സിഡന്റ് ആയിരുന്നു. കോഴി കൊത്തിയതാണ്. നമ്മളെല്ലാവരും വിചാരിച്ചത് നുണക്കുഴിയാന്ന് കേട്ടോ. കുട്ടിക്കാലത്ത് കാണുമ്പോ പോലും ഇത് നുണക്കുഴിയാന്ന് വിചാരിച്ചത്. ഒരു സൈഡിലേ ഉള്ളു. അത് ശരിയാണ്. എന്തായാലും കോഴി ഹൊററും മഞ്ഞ വീടും ഒക്കെ രസമുള്ള കഥയാണ്. നല്ലൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എന്റേത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴേ
അമ്മ ഇല്ലല്ലോ, അമ്മ അവിടെ ഗൾഫിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായി അത്ര ഒന്നും ഇല്ലാഞ്ഞൊരു ഫാമിലി ആയിരുന്നു. അപ്പം കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ കഷ്ടപ്പെടണമായിരുന്നു അല്ലേ? ഒരുപാട് കടമൊക്കെ ആയിരുന്നു. അപ്പം വസ്തുവൊക്കെ ഒരുപാട് കടത്തിലായിരുന്നു. പിന്നെ രണ്ടുപേരും കൂടെ ഈക്വലി കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഇതുപോലായിരുന്നു. അപ്പം കൃത്യമായ കെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നാട്ടിൽ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് മോശമായിട്ട്, അതായത് ഇവൻ നശിച്ചു പോകുന്നുള്ള ഒരു ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനപ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിവാദവും കാര്യങ്ങളും വരുമ്പോൾ എന്നെ അത് എഫക്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് പറഞ്ഞിട്ട്, കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞ വീടിലെ വടിയും കൊണ്ട് പ്രേതത്തിൽ തപ്പിപ്പോകുന്ന ആളുകൾ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ. അതൊക്കെ അത് പറയുന്നൊന്നും കുഴപ്പമില്ല. അത് പിന്നെ അന്ന് ഒരു ഫിക്ഷന്റെ ലോകത്താണ് അല്ലേ? ഞാൻ തീരെ ചെറുപ്പം തൊട്ട് തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ജീവിക്കുന്നതും. പിന്നെ ഈ മെർക്കുറിയൽ എന്ന് പറഞ്ഞ രണ്ടാമത്തെ നോവല്, അത് എനിക്കൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എന്റെ തലയിലുള്ള ഒരു ഐഡിയ ആണ്. ഞാൻ പലതവണ ആ വീട്ടിൽ പോയിട്ടുണ്ട്, പല ഘട്ടത്തിലും വീടിന്റെ പല ഘട്ടങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും അത്തരത്തിലൊരു പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഒന്നും വാങ്ങിക്കൊണ്ട് തരാൻ പോലും അറിയില്ല. മൊത്തം ചോർന്ന് എന്റെ പാഠപുസ്തകങ്ങൾ വരെ നനയുമായിരുന്നു. എന്ന് പറഞ്ഞിട്ട് പഴയ വീടാ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇടിമിന്നലും കൂടെ കിട്ടി വീടിന്. അപ്പൊ മച്ചും എല്ലാം പൊളിഞ്ഞ് ആപ്പാടെ എപ്പോ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനാവുന്ന ഒരു വീടായിരുന്നു. അപ്പൊ നമുക്കിപ്പോ ബുക്ക് വാങ്ങാൻ പോലും വീട്ടിൽ തന്നെ ഭയങ്കര കഷ്ടമാണ്. അപ്പോ ആ സമയത്ത് ബുക്ക് വാങ്ങി തരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകത്തില്ല. പിന്നെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു. പിന്നെ അച്ഛന് പണ്ട് വായന എഴുത്തൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ അതിനെ കാര്യമായ രീതിയിൽ ഓപ്പോസ് ചെയ്യുമായിരുന്നു. അച്ഛൻ വായിക്കണ്ട, എഴുതണ്ട, അങ്ങനെയൊക്കെയുള്ള പഠിച്ചാൽ മതി എന്താ പറയുക. അച്ഛൻ പറഞ്ഞല്ലോ കൂലിപ്പണിയാണ് അച്ഛന്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന്റെ വിചാരം ഞാൻ പഠിച്ച്. അതെ, അച്ഛന് എനിക്ക് എന്റെ അറിവിൽ അച്ഛന് നമ്മുടെ മജസ്റ്റിക് അവിടെ ഇല്ലേ, നമ്മുടെ ബാംഗ്ലൂര്, അവിടെ ആ പാലം പണിയുന്നതിൽ പോലും അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട്. അച്ഛൻ ചെയ്യാത്ത പണികളില്ല അവരില്ലേ. നമ്മള് ആദ്യം ചെത്തോലാളിയാണ് കാണുന്നത്, പിന്നീട് പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ധർമ്മജനെ കണ്ടു ഞങ്ങള്. ഇപ്പോ ലോട്ടറി വിൽപ്പന അല്ലേ? ലോട്ടറി വിൽപ്പനയാണ് ഇപ്പൊ. ശരിക്കും പറഞ്ഞാല് ഇതല്ല, ഈ നിങ്ങളുടെ എല്ലാ വരുമാനം ആ വീട്ടിലേക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴും ഒരു സാമ്പത്തിക ഭദ്രത ഒന്നും ഇല്ല അല്ലേ? സാമ്പത്തിക ഭദ്രത ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് എഴുത്ത് ഒന്ന് ശരിയായി വന്നപ്പോ റെഡിയായി വന്നോണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഇതാണ് നമുക്ക് ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്നുള്ളത്. അതിപ്പോ റീസെന്റ് ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ. ഈ പുസ്തകങ്ങളെല്ലാം കാണുമ്പോൾ ഈ കവറുകളെല്ലാം ഹിറ്റായിരുന്നു. ഈ റാം കെയർ ഓഫ് ആനന്ദിയുടേത് ഒരുപാട് ഹിറ്റായിട്ടുള്ള ഒരു കവറായിരുന്നു അല്ലേ? കവർ ഡിസൈൻ ചെയ്ത് നമ്മളിവിടെ പുന്നപ്ര, അവനാണ് എന്റെ അടുത്ത ഫ്രണ്ടാണ്. ഭയങ്കര എനിക്ക് അടുപ്പമുള്ള സുഹൃത്താണ്. ശരിക്കും പറഞ്ഞാൽ അവൻ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തല്ലേ ഇത്? സത്യം, ഒരു രൂപ പോലും ആള് എന്റെ ഓജോ ബോർഡാണെങ്കിലും മെർക്കുറിയലിലാണെങ്കിലും രാത്രി 12 ശേഷം റാം കെയർ ഓഫ് ആനന്ദി ഇതെല്ലാം ആളാ ചെയ്യുന്നത്. അപ്പോ ആൾക്ക് അത്രയുമായിട്ടുള്ള ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. സ്വന്തം വർക്ക് പോലാണ്. എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതേപടി തിരിച്ചു തരിക, അങ്ങനെ ചെയ്യും. ഞങ്ങള് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിമന്തിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ഇതായിരുന്നു, ഒരു ഫുൾ കുഴിമന്തി ഞങ്ങളെല്ലാം കൂടെ കഴിച്ചത്. അപ്പൊ എന്ത് കവർ ചെയ്താലും നമ്മള് വൈകുന്നേരം പോയിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് കുഴിമന്തി കഴിക്കും. അങ്ങനെ നമ്മൾ ഈ കുഴിമന്തി കഥ പറയുമ്പോഴൊക്കെ ഈ പേരുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം വന്നൊരു പേര് പോലും വിവാദമായിട്ടുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി, അത് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം. അത് ഈ ഇത്തരത്തില് ഈ റാം എന്നുള്ള പേര് നമുക്കറിയാം, ഇപ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് അർഹനായിട്ടുള്ള ഒരാളാണ്. ഏറ്റവും മികച്ച യുവ എഴുത്തുകാരനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അപ്പോഴും ഈ റാം എന്നുള്ളൊരു പേര് അത് അത്തരമൊരു അവാർഡിനെ സ്വാധീനിച്ചു എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞാനിപ്പോ എന്ത് പറയാനായിട്ടാ, അങ്ങനെ ഈ ബുക്ക് വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്. ഇതിന്റെ അകത്ത് ഒരു മതപരമായിട്ടുള്ള ഒരു സാധനവും ഇതിന്റെ അകത്തില്ല. ഇതൊരു പ്യുവറായിട്ടുള്ള ഒരു ഫിക്ഷൻ നോവലാണ്. പിന്നെ ഇവര് ശ്രീരാമനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് ആ ഒരു രീതിയിൽ ഞാൻ എടുക്കുന്നുള്ളൂ. അതൊരു തമാശയായിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈവൻ ഇപ്പോ കേന്ദ്രത്തിൽ നിന്നാണെങ്കിൽ ഉടനെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ചിലര് പറഞ്ഞു എന്റെ അച്ഛന്റെ സ്വാധീനം മൂലമാണ് ഇത് കിട്ടിയെന്നൊക്കെ പറയുന്നത്. അത് വേറൊരു കാര്യമാണ് കേട്ടോ. ഈ സ്വാധീനിക്കാൻ കഴിയുന്ന അച്ഛനെ നമ്മൾ കുറച്ച് കഴിയുമ്പോ ഒന്ന് കാണുന്നുണ്ട് പോയി. അതെ, അപ്പൊ ഞാൻ അച്ഛനെ ആ കമന്റ് കാണിച്ചു കൊടുത്തു. അച്ഛാ ഇത് കണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാനും കണ്ടു മോനെ. അതായത് ഞാൻ അച്ഛന് ഫേസ്ബുക്കിൽ അച്ഛൻ തന്നെ പറഞ്ഞാണല്ലോ ഞാൻ ഇത്രയും വലിയ ആളായല്ലേ. ആദ്യമേ അച്ഛൻ ഇങ്ങനെ ഇത് കിട്ടിയപ്പോ തന്നെ ലഡു എല്ലാം വിതരണം ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പാതിരപ്പള്ളി ജംഗ്ഷനില് കാണുന്നവർക്കെല്ലാം ലഡു കൊടുത്തു. അപ്പൊ ആൾക്കാർ ഒരിക്കലും അവര് വിചാരിച്ചിട്ടില്ലല്ലോ ഇങ്ങനൊരു ജീവിതത്തിലൊരു മാറ്റം ഒരിക്കലും അവർ വിചാരിച്ചിട്ടില്ല. സത്യം, നമ്മളിപ്പോ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ ഒപ്പം തന്നെ ഉള്ളപ്പോ അവർക്ക് മാക്സിമം സന്തോഷം കൊടുക്കേണ്ട ഒരാളാണ് ഞാൻ. അങ്ങനെ എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇന്ദുമേനോടൊപ്പമുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം കണ്ടപ്പോഴത്തേക്കും എനിക്കൊന്ന് അഖിൽ അവരെയൊക്കെ വലിയ ആരാധനയോടെ കണ്ടിട്ടുള്ള
ഒരാളാണ് അല്ലേ? പിന്നെ മാഡത്തിനൊക്കെ എനിക്ക് അറിയാവുന്നതല്ല, നേരിട്ട് അറിയുന്ന. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. എന്താന്ന് പറഞ്ഞിട്ട് അത് നമ്മളൊരാളെ കത്തിയെടുത്ത് കുത്തിയാലും ചിലപ്പോൾ അത് ഉണങ്ങും. പക്ഷെ ചില വാക്കുകൾ ഈ പറയുന്ന പോലെ മുറിവേൽപ്പിക്കും. അത് എന്നെ മാത്രമല്ല, ഈ പറഞ്ഞ കണക്ക് ഇന്ദു മാഡത്തിന്റെ പോസ്റ്റൊക്കെ അച്ഛൻ കയറി വായിച്ചു. അതുകൊണ്ട് 10-20 മിനിറ്റുള്ള ഇതൊക്കെയാണ് വായിക്കാനായിട്ട് ടൈം എടുക്കുക. അത്രയും പാരഗ്രാഫാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്ഥാപിക്കുകയാണ്, നാണമില്ല എനിക്ക്, ജീവിതകാലം മൊത്തം ഇതും പേര് നടക്കണമെന്നൊക്കെ പറഞ്ഞ അവാർഡിന്റെ. അപ്പോ നമ്മുടെ മാതാപിതാക്കൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, എനിക്ക് അതിൽ മാത്രമേ എനിക്ക് ഒരു സങ്കടം. രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉണ്ടോ? ഞാൻ എല്ലാവരുമായിട്ട് സൗഹൃദമുള്ള ഒരാളാണ്. ഇപ്പൊ ഏത് പാർട്ടി ഇവിടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാലും ഇവര് എല്ലാരും കൂടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതായത് ഈക്വലായിട്ട് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. അപ്പൊ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ചേർന്നാൽ മാത്രമേ നമ്മുടെ കേരള രാഷ്ട്രീയം പൂർണ്ണമാകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തായാലും നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കാരണം ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വന്ന സമയത്ത് ഉയർന്നു വന്നൊരു വിവാദമായിരുന്നു. അഖിൽ സ്വാധീനം ചെലുത്തിയിട്ട്, അഖിലിന്റെ കുടുംബമടക്കം സ്വാധീനം ചെലുത്തിയാണ് ഇങ്ങനെ ഒരു അവാർഡ് കൈക്കലാക്കിയത് എന്നുള്ളതായിരുന്നു അന്ന് വന്നൊരു പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഒരുപക്ഷെ അഖിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരിക്കും. എന്തായാലും എന്താണ് അഖിലിന്റെ ഒരു വീടും പശ്ചാത്തലവും ഒക്കെ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. അങ്ങനെ നമ്മൾ എന്തായാലും അച്ഛനെ കാണാൻ പോവാണ്. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മേടിക്കാൻ അഖിൽ പി ധർമ്മജനെ സഹായിച്ച, സ്വാധീനിച്ച ആ ആളെയാണ് നമ്മൾ ഒന്ന് കാണാനായിട്ട് പോകുന്നത്. ഹലോ, ഇവിടെ ഫ്രീ ആയി ലഡു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ, 1 മാസമായിട്ട്. ഇപ്പോഴും ലഡു ഉണ്ടോ? എന്റെ ചേട്ടാ, അവാർഡ് കിട്ടിയിട്ട് ഇപ്പൊ എത്ര ദിവസമായെന്ന് അറിയാവോ? ഇപ്പോഴും ഉണ്ട്, തീർന്നിട്ടില്ല. പിന്നെ അമ്മേ, ഒരുപാട് സന്തോഷമുണ്ട്. ഈ മധുരം നമ്മുടെ കുഞ്ഞനുജന് കിട്ടിയ സന്തോഷം. വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണ് കേട്ടോ. അവരിപ്പോഴും എല്ലാവർക്കും ലഡു. ഇത് ഈ ലോട്ടറി കച്ചവടം നടത്തിയിട്ട് ഇത്രയും ലഡു എടുക്കാൻ കാശുണ്ടാവും? കാശുണ്ടോ? അത് ആ കാശിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. നമുക്ക് കിട്ടിയ ആ ഒരു സന്തോഷം കൊണ്ടാണ്, അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ്. കാരണം ചേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടാൻ ആരെയാ പോയി സ്വാധീനിച്ചത്? ഞാൻ ആരെ സ്വാധീനിക്കാനാണ്? ഈ പാവപ്പെട്ട ഞാൻ ഈ ലോട്ടറി കച്ചവടം ചെയ്തോണ്ടിരിക്കുന്ന എന്നെ ആർക്കും അറിയില്ല. ഇവിടെയുള്ള ഇട്ടാവട്ടത്തിലുള്ള കുറെ ആൾക്കാർക്ക് മാത്രമേ അറിയൂ. പിന്നെ എങ്ങനെ? ഞാൻ കേന്ദ്ര സർക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഈ ലോട്ടറി തട്ടിൽ ഇവിടെ ഇരുന്നിട്ട് അവിടെ പോയി സ്വാധീനിച്ച് മകൻ അവാർഡ് മേടിച്ചു കൊടുത്തത് അതിനും മാത്രം കഴിവ് എനിക്കുണ്ട്. അച്ഛനെ തലകറക്കി വീണ ഇതൊക്കെ കേട്ടപ്പോ? അയ്യോ, എനിക്ക് ഒരു വല്ലാഴിമ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞ, അച്ഛനെ ഭയങ്കര ടെൻഷനായി ഇതൊക്കെ കണ്ടപ്പോ. ഇപ്പൊ ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയും വേറെ ഇതിലാണ്. അന്നത്തെ ദിവസം എത്ര ടിക്കറ്റ്, നമുക്കൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി നിന്നാലോ? അന്നത്തെ ദിവസം എത്ര ടിക്കറ്റ് കൊടുത്തെന്നോ വിറ്റെന്നോ ആരൊക്കെ കാശ് തന്നോ ഒന്നും അറിയില്ല. അത്ര ടെൻഷനായിരുന്നു. അല്ല, എവിടെ ഇരുന്നപ്പോഴാണ് ഇത് അറിയുന്നത്? ഈ ലോട്ടറി തന്നെ ഇരുന്നപ്പോഴാണ് അറിയുന്നത്. ആര് വിളിച്ചത്? അഖില വിളിച്ചു പറഞ്ഞു? അതെ. അച്ഛനാദ്യമേ പിടികിട്ടിയില്ല എന്താണെന്ന്. അച്ഛൻ നിർത്തി പറ. അല്ല, അറിയാമായിരുന്നു ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഈ യുവ പുരസ്കാരം, ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ വലിയ ധാരണ ഉണ്ടായിരുന്നു? ഒരു ധാരണയില്ല. അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തുമില്ല. അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ സാധാരണ ഉള്ള ജീവിതമല്ലേ. അതെ, ചെത്തൊഴിലാളിയായിട്ട് തുടങ്ങിയ ജീവിതമാണ്. അതെ, സത്യം. അങ്ങനെ തുടങ്ങി പിന്നെ വിവിധ ജോലികൾ ചെയ്തിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ അടക്കം നിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഇത് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഹാർട്ടിന്റെ. അത് കഴിഞ്ഞ ശേഷം മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് ഇതിലേക്ക് തിരിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ അഖില് കയ്യിൽ നിന്ന് പൈസയൊക്കെ കണ്ടെത്തിയും പിന്നെ ആളുകളോടൊക്കെ പൈസ മേടിച്ചും പുസ്തകമൊക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സാധാരണക്കാരായിട്ട് ഈ പാതിരപ്പള്ളിക്കാരൻ ഇവിടെ എവിടം വരെ എത്താനാകും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു? ഭയം ഉണ്ടായിരുന്നു. അതെ, ഈ പൈസ ഒക്കെ അല്ലേ? അതെ, ഭയം. അങ്ങനെ തന്നെയല്ല, പുള്ളി മോനെന്ന് പറയുമ്പോ ഒരു നല്ല ഒരു ജോലി കിട്ടാൻ സാധ്യത ഉണ്ടാകണമെന്നുള്ള ചിന്തയായിരുന്നു എന്റേത്. ഏതൊരു സാധാരണ അച്ഛനെ അതായിരുന്നു. പക്ഷെ ബേസിക്കലായിട്ട് ഇത് കൊണ്ടുപോയിക്കൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഈശ്വരൻ കടാക്ഷിച്ചിട്ട് കിട്ടിയതാണ്. അപ്പൊ എന്തായാലും ധർമ്മജേട്ടാ, ഈ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. ഏറ്റവും അഭിമാനമുള്ള ഒരു മകനെ കിട്ടി. പാതിരപ്പള്ളിക്ക് ഏറ്റവും നല്ലൊരു എഴുത്തുകാരനെ കിട്ടി നമ്മുടെ നാട്ടില്, അല്ലെ? ഇത്രയും പ്രശസ്തനായ ഒരു എഴുത്തുകാരൊന്നും പാതിരപ്പള്ളിയില്ല. ഞാനും പാതിരപ്പള്ളിക്കാരിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും അഹങ്കാരമാണ് അഖിലിന്റെ ഈ നേട്ടം. ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. മഹേശ്വരാന്റി ഒന്ന് കാണണം, അമ്മയെ ഒന്ന് കാണണം. അതും കൂടി കണ്ടാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ ഇതാണ് അഖിലിന്റെ അമ്മ. നമ്മള് പറഞ്ഞ സ്വാധീനിക്കാൻ ശ്രമിച്ച വൻ ടീമിലെ പ്രധാന ആള് ഈ പറഞ്ഞ അമ്മയാണ്. മനുഷ്യനാന്റി
ധർമ്മജന്റെ മഹേശ്വരിയെ കൂടെ സ്വാധീനിച്ചെന്നാണ് എല്ലാരും പറയുന്നത്. ഞങ്ങള് പാവം പിടിച്ച ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിതം കെട്ടിപ്പിടിച്ചതാണ്. ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. ഇപ്പോഴും കഷ്ടപ്പെടുന്നു. ഒരു ഗോഡ് ഫാദറും ഇല്ലാതെ എങ്ങനെ എഴുതണം എങ്ങനെ വായിക്കണമെന്ന് പോലും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ വളർന്നു വന്ന ഒരാളാണ്. അതിലും അഖിൽ ഒരുപാട് സന്തോഷം. അഖിലിനെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക്, ഈ കുടുംബത്തെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബം കൂടിയാണ് ഇവർ ഈ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ആ കൂടിക്കാഴ്ചയിലും സംസാരത്തിലുമുള്ള ആ ഊഷ്മളത തന്നെയാണ് ആ അഭിമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് വൈകിട്ട് വിശദമായി തന്നെ ഈ അഭിമുഖം കാണാം. വളരെ പ്രശസ്തിയിലേക്ക് കുതിച്ചു വരുമ്പോഴും അഖിൽ ഇപ്പോഴും ഏറ്റവും സാധാരണക്കാരനായി തൻ്റെ ജീവിതം അതുപോലെ തന്നെ കൊണ്ടുപോവുകയാണ്. ഫേസ്ബുക്കിലൂടെ എഴുതി തുടങ്ങി വായനക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ അഖിൽ പി ധർമ്മജൻ ഇപ്പോൾ യുവ സാഹിത്യ പ്രതിഭാ പുരസ്കാരത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായ ഒരു വിഷയമാണിത്. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അർജുൻ നായരുടെ ജന്മദിനമാണിത്. ഇന്ന് അർജുൻ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. എൻ്റെ ആവശ്യത്തിനും ഞങ്ങളുടെ ഒറ്റ വിളിയിൽ അർജുൻ ഓടിയെത്തും. അതാണ് അർജുൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അർജുൻ ആശംസകൾ അറിയിക്കുന്നത് ഞങ്ങളുടെ തന്നെ സഹപ്രവർത്തകയും അർജുൻ്റെ ഭാര്യയുമായ പാർവതിയാണ്. അങ്ങനെ പാർവതിയുടെ മാത്രം വിഷയമല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ പ്രിയപ്പെട്ട അർജുന. അടുത്തത് വള്ളിക്കുന്നത്തുള്ള ഹാദിയയുടെ 7ാം പിറന്നാളാണ് ഇന്ന്. ആശംസകളുമായി പിതാവ് ഷഫീഖും അമ്മ ഹസീനയും. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഹാദിയ കുട്ടിക്ക്. കുഴിവിള UP സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിനികളുടെ സൗഹൃദ കൂട്ടായ്മയായ സ്നേഹക്കൂടിന്റെ 1ാം വാർഷികമാണ് ഇന്ന്. ഇന്നൊരു റീയൂണിയൻ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. സ്നേഹക്കൂട്ടിലെ എല്ലാവർക്കും ആശംസകൾ. അത് പതിവില്ലാത്തൊരു ആശംസയാണ്. അപ്പോൾ സ്നേഹക്കൂട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപാട് സ്നേഹം, ആശംസകൾ. വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഈ കൂട്ടായ്മ ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ശരി, അപ്പോൾ നമ്മൾ വാർത്തകളിൽ നിന്നൊരു ചെറിയ ഇടവേള എടുക്കുന്നു. പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും.